ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ നോക്കൂ, കശ്മീർ ഇങ്ങനെ ഉണങ്ങാത്ത മുറിവാക്കി നിർത്തുക എന്നുള്ളത് പാകിസ്ഥാന്റെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വികാരം ആളിക്കത്തിക്കണമെങ്കിൽ അതിന് കശ്മീരികളുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ ചില ഇടപെടലുകളോ ചില പ്രതികരണങ്ങളോ അങ്ങനെ ഒരു വികാരമെങ്കിലും വേണം. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അതില്ല എന്നുള്ളതാണ് നമ്മൾ പൊതുവിൽ കശ്മീരിൽ കാണുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ഇടപെടൽ. അവിടുത്തെ കശ്മീരികൾ ഇന്നിപ്പോൾ മടങ്ങി വരുന്ന വിനോദസഞ്ചാരികളോടൊക്കെ ഇത് ഞങ്ങളുടെ അറിവോടുകൂടിയല്ല, ഇത് ഞങ്ങൾ ചെയ്തതല്ല, നിങ്ങൾ ഇനിയും വരണം എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാര്യത്തിൽ പറയില്ലേ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നൊക്കെ, അപ്പോൾ ആ നിലയിലുള്ളൊരു ഇടപെടലാണോ ഇവിടെ പാകിസ്ഥാൻ ഉദ്ദേശിച്ചത്? ഇവിടെ ഡോക്ടർ ഭദ്രകുമാർ പറഞ്ഞതുപോലെ ഈ പാകിസ്ഥാൻ്റെ ആഭ്യന്തര രാഷ്ട്രീയവും പ്രത്യേകിച്ച് ഈ ബലൂചിസ്ഥാൻ വിഘടനവാദികൾ ഉയർത്തുന്ന വെല്ലുവിളിയും അതിന് താലിബാൻ കൊടുക്കുന്ന പിന്തുണയൊക്കെ പാകിസ്ഥാനിലെ രാഷ്ട്രീയത്തിൽ വലിയ അരക്ഷ്യത്തുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ചരിത്രപരമായി തന്നെ ഈ ബലൂചിസ്ഥാൻ വിഘടനവാദത്തെ ഇന്ത്യ പ്രൊമോട്ട് ചെയ്തതായിട്ട് ഒരു കാലത്ത് വലിയ ആരോപണം ഉയർന്നു വന്നിരുന്നു. നമ്മുടെ എന്ന് പറയുന്ന രഹസ്യാന്വേഷണ ഏജൻസി റിസർച്ച് ആൻഡ് അനലിസ്റ്റ് വിങ് ബലൂചിസ്ഥാനികൾക്ക് അവിടുത്തെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്ക് വലിയ സപ്പോർട്ട് കൊടുക്കുന്നതായിട്ടുള്ള വലിയ രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. പാകിസ്ഥാൻ സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് അത് ഉന്നയിച്ചിരുന്നു. പാകിസ്ഥാനിലെ ഡോൺ പോലുള്ള ദേശീയ പത്രങ്ങൾ ഇതിൻ്റെ വിശദാംശങ്ങൾ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ കാശ്മീരിനെ നിമിത്തമാക്കി ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാൻ നടത്തുന്ന വലിയ രീതിയിലുള്ള അസ്ഥിരീകരണ പ്രവർത്തനങ്ങളോടുള്ള ഒരു പ്രതികരണം എന്ന നിലക്കാണ് ബലൂചിസ്ഥാൻ വിഭജനവാദത്തെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ കാലത്ത് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. പക്ഷേ എന്തായാലും ഈ ഏഷ്യൻ പസഫിക്കിലെ അമേരിക്കൻ താല്പര്യങ്ങളുമായി ചേർന്ന് ഈ മേഖലയിലെ ഒരു അമേരിക്കൻ സ്റ്റൂജായിട്ടാണ് ചരിത്രത്തിൽ പാകിസ്ഥാൻ എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യ അതിശക്തമായ ചേരിചേരാ നിലപാട് സ്വീകരിച്ച് സോവിയറ്റ് പക്ഷപാതപരമായ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ അന്നത്തെ ഒരു ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഇന്ത്യ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമാണ് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയെ അസ്ഥിരീകരിക്കുക, പ്രത്യേകിച്ച് നെഹ്റുവിൻ്റെ കാലം മുതൽ ചൈനയിൽ വിപ്ലവം നടന്നതുപോലെ ചൗവല്യായുമായിട്ട് നെഹ്റു പുലർത്തുന്ന സൗഹൃദം, ചേരിചേരാ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ചൗവല്യായും നെഹ്റുവും ഒക്കെ ചേർത്തുകൊണ്ട് നടന്ന നീക്കം, ഇതിലെല്ലാം തന്നെ അമേരിക്ക എന്ന് പറയുന്ന വൻശക്തിക്കുണ്ടായിരുന്ന അസംതൃപ്തിയും രോക്ഷവുമൊക്കെ അവർ പാകിസ്ഥാനെ വെച്ച് ഇന്ത്യയെ അസ്ഥിരീകരിക്കാൻ അവിടെ പരിശീലിപ്പിക്കപ്പെട്ട തീവ്രവാദികളെ ഇളക്കി വിട്ടുകൊണ്ട് എല്ലാ കാലത്തും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരർത്ഥത്തിൽ കാശ്മീരിൻ്റെ പ്രശ്നം പോലും ഈ രീതിയിൽ വലിയ രീതിയിൽ എന്നും ഒരു മുറിവാക്കി നിലനിർത്തുന്നതിന് അമേരിക്കക്ക് വലിയ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് പാകിസ്ഥാൻ ഉപയോഗപ്പെടുത്തപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ലഷ്കർ ഇ തൊയ്ബയാണെന്നാണ് അന്വേഷണ ഏജൻസികളൊക്കെ ഈ ബസേലിൻ താഴ്വരയിലുണ്ടായി ഭീകരമായ ഈ പേടിപ്പെടുത്തുന്ന ഈ കൂട്ടക്കൊലക്ക് പിന്നിലെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ, അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകളൊക്കെ കാണിക്കുന്നത്. ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെയൊക്കെ ആരാണ് രൂപപ്പെടുത്തിയത്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഫ്ഗാനിസ്ഥാനിലെ പഴയ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ, ഡോക്ടർ നജീബുള്ളയുടെ സർക്കാരിനെ അസ്ഥിരീകരിക്കാൻ വേണ്ടി ഈ പാകിസ്ഥാൻ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ മദ്രസകളിലാണ് ഈ താലിബാൻ ഉൾപ്പെടെയുള്ള എല്ലാ വിധ്വംസ ഗ്രൂപ്പുകളും മുജാഹിദീൻ മിലിറ്ററിയും പരിശീലിപ്പിച്ച് എടുത്തത്. അങ്ങനെ പരിശീലിപ്പിക്കപ്പെടുത്ത ആളുകൾ ഈ അഫ്ഗാൻ ദൗത്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർ നജീബുള്ളയുടെ ഗവൺമെൻറ്, സോവിയറ്റ് യൂണിയയുടെ പിന്മാറ്റം, നജീബുള്ളയുടെ ഗവൺമെൻറ് പതനം, അതിനുശേഷം ഈ സൈനികർ എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർ അസ്കർ അലി എഞ്ചിനീയർ, അദ്ദേഹം ഹസ്രത് ബാൽ പള്ളിയിൽ ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടായപ്പോൾ, ശ്രീനഗറിൽ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടാവുകയും വലിയ പരിഭ്രാന്തി രാജ്യത്ത് പടരുകയും ചെയ്തപ്പോൾ ഡോക്ടർ അസ്കർ അലി എഞ്ചിനീയർ ദിവസങ്ങളോളം ഈ കാശ്മീരിൻ്റെ അതിർത്തി മേഖലയിൽ താഴ്വരയിൽ താമസിച്ച് അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകളെ കുറിച്ച് പഠിച്ച് ഹിന്ദു പത്രത്തിൽ തുടർച്ചയായി എഴുതുകയുണ്ടായി. അദ്ദേഹം സൂചിപ്പിച്ചത് കാശ്മീർ അഫ്ഗാൻ ദൗത്യം കഴിഞ്ഞ ഈ മുജാഹിദീൻ മിലിറ്റൻറ്റുകളാണ് കാശ്മീരിലേക്ക് വന്നിട്ടുള്ള റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ഇന്ന് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് തൊട്ട് ലഷ്കർ ഇ തൊയ്ബ തൊട്ട് ഇപ്പോൾ കാശ്മീർ തവയിൽ നിരന്തരം അസ്വസ്ഥുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഹിസ്ബുൾ മുജാഹിദീൻ തൊട്ട് എല്ലാ ഗ്രൂപ്പുകളും പഴയ ഈ അഫ്ഗാനിസ്ഥാനെ അസ്ഥിരീകരിക്കാൻ വേണ്ടി സ്കൂൾ ഓഫ് അമേരിക്കയും അമേരിക്കാസും CIA ചേർന്ന് പരിശീലിപ്പിച്ച, പാകിസ്ഥാനിലെ മദ്രസകൾ എന്ന് പേരിട്ട് വിളിക്കുന്ന തീവ്രവാദികളെ ഉണ്ടാക്കുന്ന ഫാക്ടറികളിൽ രൂപപ്പെടുത്തിയെടുത്ത ആ ഭീകരവാദ സംഘങ്ങളുടെ തുടർച്ചയാണ്. അതിൻ്റെ പരിശീലനവും അതിൻ്റെ ഈ തീവ്രവാദ ആധുനിക ജിഹാദിസം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഈ പുതിയ ഭീകരവാദത്തിൽ ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ട ഗ്രൂപ്പുകളാണ്
ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയിട്ടുള്ള നിരവധി ഗ്രൂപ്പുകൾ ഇത് പല ഘട്ടങ്ങളിലും പല നേതാക്കളുടെ യഥാർത്ഥത്തിൽ നാമങ്ങളിൽ പല രൂപാന്തരങ്ങൾ വരുത്തും. പക്ഷേ ഇവരെല്ലാം തന്നെ ഈ മേഖലയിലെ ഒറ്റ സ്ട്രാറ്റജിയുടെ, ഈ മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങളുടെ സ്റ്റൂജായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കാണണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ചില പ്രശ്നങ്ങൾ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടി വരും. ഇന്ന് അമേരിക്ക ആഗോള തലത്തിൽ വലിയ രീതിയിലുള്ള ഒറ്റപ്പെടൽ നേരിടുന്നുണ്ട്. അത് ഒന്നാമത്തെ പ്രശ്നം എന്താണ്? അമേരിക്കക്ക് എതിരായിട്ട് വ്യാപാര രംഗത്ത് ചൈന നേടുന്നവൻ മേൽക്കൈയാണ്. 141 രാജ്യങ്ങൾ അംഗങ്ങളായി വരുന്ന, അവർ ബന്ധപ്പെടുന്ന ഒരു വലിയ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി വരുന്നു. ലോകത്തിൻ്റെ എല്ലാ വിപണികളിലും പരമ്പരാഗതമായ അമേരിക്കൻ വിപണി എന്ന് പറയാവുന്ന സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് മേഖലകളിൽ ചൈന നേടുന്ന മേൽക്കൈ, ചൈനയ്ക്ക് വലിയ രീതിയിൽ ആക്സസ് ഉണ്ടാകുന്ന അവസ്ഥ, ഇതെല്ലാം തന്നെ വലിയ അസ്വസ്ഥത അമേരിക്കക്ക് ഉണ്ടാക്കുന്നുണ്ട്. അമേരിക്കയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ എപ്പോഴും എന്താണ്? ഈ തങ്ങൾക്കെതിരാവുന്ന രാഷ്ട്രങ്ങളെ അസ്ഥിരീകരിക്കുന്ന, ബാൾക്കനൈസ് ചെയ്യുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഈ മേഖലയിലെ ഇപ്പോൾ അസ്വസ്ഥകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടത് ഈ വൻശക്തി രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ താല്പര്യമാണ്. ഇതിനകത്തെല്ലാം തന്നെ എന്താണ്? ഈ മേഖലയിൽ അമേരിക്കൻ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് കാശ്മീരിൽ ഈ രീതിയിലുള്ള ഒരു ഭീകരമായ ആക്രമണം ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിതത്തിൻ്റെ ഏറ്റവും ഒരു അവധിക്കാലത്തെ ഏറ്റവും സുഖകരമായ നിമിഷങ്ങൾ തങ്ങൾക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ബൈസരൻ താഴ്വരയിലേക്ക് പോയത്. ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ ശ്രീനഗറിൽ വിമാനമിറങ്ങി ഈ ബൈസരൻ താഴ്വരയിലേക്ക് പോകുന്നത്. അവിടെ എന്തുകൊണ്ട് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായില്ല? നമ്മുടെ മിലിറ്ററി ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് ഇതിൽ ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട്. ആ വീഴ്ച എന്തുകൊണ്ട് ഉണ്ടായി എന്ന ചോദ്യം പുൽവാമയുടെ പിന്നീട് മിസ്റ്റർ സത്യമാലിക്കിൻ്റെ, അന്നത്തെ ജമ്മു കാശ്മീരിൽ സത്യമാലിക്കിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ ഒരു അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി വരുന്നുണ്ട്. കാശ്മീരിൽ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതുകൊണ്ട് അവിടെ സമാധാനം വന്നു, അവിടെ ആകെ പ്രശ്നം മാറി എന്നൊക്കെ ഇവിടെ BJPയുടെ പ്രതിനിധിയായിട്ടുള്ള എൻ്റെ സുഹൃത്ത് പ്രിൻറ്റ് മഹാദേവൻ പറയുന്നത് കേട്ടു. പക്ഷേ കാശ്മീരിൻ്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടില്ല. പക്ഷേ കാശ്മീരിൽ ഒരു പുതിയ സാഹചര്യം ഉണ്ടാവണം, സമാധാനമുണ്ടാക്കണം, മനുഷ്യർക്കിടയിൽ മതപരമായ ഭിന്നതകൾ എല്ലാം മാറി വളരെ സൗഹാർദ്ദപൂർവ്വം കാശ്മീരി ജനത ഒന്നിക്കുന്ന അവസ്ഥയുണ്ടാവണം. അങ്ങനെ ഒന്നിക്കുന്ന ഒരവസ്ഥ അവിടെയുണ്ട്. ഈ ഭീകരവാദ ആക്രമണത്തെ കാശ്മീരി ജനത അതിശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാശ്മീർ അസംബ്ലിയിലെ ഒരംഗമാണ് തരിഗാമി. തരിഗാമി എന്താ പറഞ്ഞത്? ഇതുകൊണ്ടൊന്നും, ഈ നാണം കെട്ട ഈ നീചമായ പ്രവർത്തനങ്ങൾ ചെയ്ത ഭീകരവാദ കേന്ദ്രങ്ങൾ അറിയേണ്ടത്, ഇതുകൊണ്ടൊന്നും ഞങ്ങളെ തോൽപ്പിക്കാൻ ആവില്ല. ഞങ്ങൾ ഇതിനെയെല്ലാം അതിജീവിച്ച് ഐക്യത്തോടെ മുന്നോട്ട് പോയിട്ടുള്ളൊരു ജനതയാണ്. കാശ്മീർ ജനത ഒറ്റക്കെട്ടായി ഈ ഭീകരവാദത്തെ നേരിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അവരോടൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യ ഒട്ടാകെ പറയേണ്ടത്, ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ കൊണ്ട് കാശ്മീരിനെയോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെയോ ലോകത്തൊരു ജനതയുടെയും സ്വതന്ത്രവും പരമാധികാരപൂർണവുമായ നിലനിൽപ്പിനെ അസ്ഥിരപ്പെടുത്താൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് കഴിയില്ല എന്ന കാര്യമാണ് നമ്മൾ പറയേണ്ടത്. ഇത് കേവലമായ ഒരു പാകിസ്ഥാൻ്റെ പ്രശ്നം അല്ല, പാകിസ്ഥാന് പിറകിലുള്ള, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നു, അവിടുത്തെ ISI, അവിടുത്തെ എല്ലാ കാലത്തെയും സൈനിക ജനറൽമാർ, ഇവരെല്ലാം തന്നെ എന്താണ്? അമേരിക്കൻ സ്കൂളുകളുടെ, അമേരിക്കൻ ചാരകേന്ദ്രങ്ങളുടെ, അമേരിക്കൻ പെൻറ്റഗൺ താല്പര്യങ്ങളുടെ സ്റ്റൂജായി നിന്ന ആളുകളാണ്. അത് എപ്പോഴും നമുക്കറിയാവുന്ന കാലമാണ്. 70കളുടെ അവസാനം ജനറൽ അക്ബർ അലി, അദ്ദേഹം ഒരു അമേരിക്കൻ ഏജൻ്റായിരുന്നു, CIA ഏജൻ്റായിരുന്നു. പെൻറ്റഗൺ നിർദ്ദേശം അനുസരിച്ച് ഈ മേഖലയിൽ സൈനിക തന്ത്രങ്ങൾ ആവിഷ്കരിച്ച ആളായിരുന്നു. ആ കാലത്ത് ISI മേധാവികൾ എല്ലാം എല്ലാ കാലത്തും പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ സൈനിക മേഖലകളിൽ വലിയ രീതിയിൽ അമേരിക്കൻ താല്പര്യങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടാവാറുണ്ട്. അതെല്ലാം ചേർന്ന വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയം പാകിസ്ഥാനിലുണ്ട്. ആ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധിച്ച് വേണം ഈ അതിർത്തി മേഖലയിലെ കടന്നുകയറ്റത്തെയും ഈ ബഷീരൻ താഴ്വരയിലുണ്ടായ നിഷ്ഠൂരമായ നിർഭാഗ്യകരമായ ഈ സംഭവത്തെയും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി.